ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് അടുക്കളയിൽ ചെന്നിട്ട് പുതിയൊരു ഐറ്റം നോക്കാം കേട്ടോ. എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. കരിയിരുന്ന് ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഞാനത് കളഞ്ഞ സാധനമാണ് ഗൈസ്. എന്നാൽ ഇന്നേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഏത്തപ്പഴമാണ് കേട്ടോ. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ നമ്മൾ എന്തുണ്ടാക്കാൻ പോവുകയാണ്? പഴംപൊരി. അത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ വലിയ കാര്യത്തിൽ പഴമൊക്കെ എടുത്തുകൊണ്ട് പോയി ഫസ്റ്റ് ഗോതമ്പ് പൊടി ഇട്ടു, പിന്നെ അരിപ്പൊടി ഇട്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. അത് ഒരു സ്പൂണിൻ്റെ ഒരു അര സ്പൂൺ അത്ര മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 2-2.5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ മക്കൾക്കും എനിക്ക് നല്ല മധുരം വേണം. പിന്നെ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നല്ല കണക്ക് കുഴച്ചെടുക്കുന്നുണ്ട്. ബാറ്റർ നല്ലതുപോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. അപ്പം കരണ്ടി ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് എന്താവും എന്നറിയത്തില്ല. കാര്യം എപ്പോഴും വാഴയ്ക്കപ്പം ഉണ്ടാക്കിയാൽ കറക്റ്റ് ഷേപ്പ് എനിക്ക് കിട്ടത്തില്ല. പക്ഷേ സംഭവം കയ്യിൽ നിന്ന് പോയെങ്കിലും ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. അപ്പം നമ്മളതൊക്കെ അടച്ച് വെച്ചിട്ട് മഗ്‌രിബ് നിസ്കരിക്കാനായിട്ട് പോയി. എന്നിട്ട് ഞാൻ പഴം ഇതുപോലെയാണ് കേട്ടോ, ഇങ്ങനെ അരിഞ്ഞു വയ്ക്കുന്നതാണ് മക്കൾക്ക് ഇഷ്ടം. അങ്ങനെ ബാറ്ററിയും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ എണ്ണ നല്ലതുപോലെ അങ്ങോട്ട് പാൻ ചൂടായപ്പോൾ ഒഴിച്ചു. അതിനുശേഷം അത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ബാറ്ററിയും കൂടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ക്യാമറയിൽ എടുക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ, ഒറ്റ കൈ വെച്ചാണ് എടുക്കുന്നത്. പിന്നെ പഴം അരിഞ്ഞിട്ടിരിക്കുന്നതിന് ഇതുപോലെ മുക്കി പൊരിക്കാൻ പോവുകയാണ് ഗൈസ്. രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇടുന്നത്. കാര്യം കയ്യിൽ നിന്ന് പോയി സ്പ്രെഡായി കണ്ടോ. ഇങ്ങനെ തന്നെയാണ് എപ്പോഴും. പക്ഷേ എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ഒരു ദിവസം ഷേപ്പായിട്ട് കിട്ടുമായിരിക്കും ഗൈസ്. അപ്പം എന്തായാലും ഇത് ഭയങ്കര രുചിയാണെന്ന് എനിക്ക് ഉറപ്പാണ്, കൺഫേം ആണ് കേട്ടോ. കാര്യം നല്ല പഴുത്ത പഴമായിരുന്നു. നമ്മുടെ ബാറ്ററി നല്ല സംഭവമാണല്ലോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് മലയ്ക്ക് പോയിട്ട് അരവണ കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അരവണയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പേപ്പറിൻ്റെ അകത്തൊരു സംഭവം എല്ലാ വർഷവും ഞങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മൾ മലയ്ക്ക് പോയില്ലെങ്കിലും കിട്ടും പൊരി. പിന്നെ അതുപോലെ തന്നെ അരവണയും പൊരിയും, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ബോളി, പിന്നെ ഈ ഒരു സംഭവം അത് ഉണ്ണിയപ്പമാണെന്ന് തോന്നുന്നു. ഞാനങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ പിള്ളേരൊക്കെ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ വാഴയ്ക്കപ്പം ഈ പരുവമായി. അയ്യോ, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. പിന്നെ അതിനെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് തോൽക്കില്ല ഉണ്ണീന്ന് വിചാരിച്ച് എന്തായാലും ഇതുപോലെ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴയ്ക്കപ്പം ഇങ്ങനെ ആയിപ്പോയതിൽ, പഴംപൊരി ഇങ്ങനെ ആയിപ്പോയതിൽ വളരെയധികം ദുഃഖമുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അങ്ങനെ ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ പ്ലേറ്റ് നിറച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം, അടിപൊളിയാണോ എന്താണെന്നൊന്ന് നോക്കാം. ഉണ്ടായിരുന്നേ കളിയാക്കിക്കൊണ്ടേ. എന്തായാലും ഞാൻ ഫസ്റ്റ് തന്നെ എടുത്ത് കഴിച്ചു. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കഴിച്ചു. കുറേ ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇത് ഒരു വ്യത്യാസവും ഇല്ല, സത്യമായിട്ടുള്ള കാര്യമാണ് കഴിച്ച്. അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിതാ കഴിക്കുകയാണ്. നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് കാണാം. ബൈ.